إسلامي وإيماني أضاء الكون والزمن بإسلامي وإيماني أضاء الكون والزمن بإسلامي وإيماني أضاء الكون والزمن بإسلامي وإيماني. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കേരളക്കരയിലേക്ക് ചില മുടിയിഴകൾ കൊണ്ടുവരികയും അതിൻ്റെ സത്യാവസ്ഥ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പ്രകടിപ്പിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്ത വിഘടിത വിഭാഗം അവസാനം പിച്ചും പേയും പുലമ്പുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥാവിശേഷത്തിലാണ് ചില വസ്തുതകൾ കൂടി സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് തുറന്നു പറയാൻ നമ്മൾ നിർബന്ധിതരായിത്തീരുന്നത്. ബഹുമാനപ്പെട്ട ഹമീദ് ഫൈലി അമ്പലക്കടവിന് ഇവരുടെ മുടി ദാതാവ് തന്നെ മുടി നൽകുകയും അതിന് നൽകാൻ മറ്റ് പരമ്പരകളോ സനതുകളോ കൈമാറ്റ ശൃംഖലകളോ ഇല്ല എന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്തതിനപ്പുറം അത് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പുറത്തു വന്നതോടുകൂടിയുള്ള ജാള്യത മറച്ചുവെക്കാൻ വിഘടിത മുഷാവറ എന്ന് പറയുന്ന സംഘടനയും അവയുടെ കീഴ്ഘടകങ്ങൾ എന്ന് പറയുന്ന ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന സംഘടനകളും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ അണികളെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി ചില പകിടകളികൾ ചില മൂലകളിൽ നിന്നുകൊണ്ട് ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ വീണ്ടും ഒരുമിച്ച് കൂടേണ്ടി വന്നത്. ഒന്നുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ, ഒരു കാര്യം അവർ സമ്മതിച്ചതിന് വളരെ നന്ദി. അവരുടെ സ്വഭാവമനുസരിച്ച് അതല്ലായിരുന്നു നാം പ്രതീക്ഷിച്ചിരുന്നത്. ഈ ജാലിയാവാലായിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമുക്കും മുടി കിട്ടിയത്. അത് വേറെ ജാലിയാവാലയല്ല, ഇതേ ജാലിയാവാലയിൽ നിന്നുകൊണ്ട് തന്നെയാണ് എനിക്ക് ലഭിച്ച, അതാ എ.പി. നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാനിരിക്കുന്നു, എനിക്ക് 6 വർഷം മുമ്പ് കിട്ടിയതായ അതേ ജാലിയാവാലായിൽ നിന്ന് തന്നെയാണ് അവരും മുടി സംഘടിപ്പിച്ചത് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ആ സമ്മതിക്കുന്ന ഭാഗം ആദ്യം നിങ്ങളൊന്ന് കേൾക്കുക. അങ്ങനെ പറഞ്ഞ് ഇപ്പൊ അവസാനം എവിടെ എത്തി? മർക്കസു സഖാഫത്തി സുന്നിയയിൽ 6 കൊല്ലം മുമ്പ് ലഭിച്ച ഷഹർ മുബാറക്ക് എവിടെ നിന്നാണോ എനിക്ക് കിട്ടിയത് അവിടെ പോയിട്ട് ഇവരും വാങ്ങി. എവിടെ നിന്നാണോ അദ്ദേഹത്തിന് കിട്ടിയത് അവിടെ നിന്ന് തന്നെയാണ് നമ്മളും വാങ്ങിയത് എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഉയറി നടക്കുന്നതായ അദ്ദേഹം ഒരു ബഡായി പൊട്ടിക്കുന്നുണ്ട്. ദാറുൽ ഹുദായിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മുടി നൽകിയത് എന്ന്. അതെന്തിനാ അങ്ങനെ പറഞ്ഞതെന്നറിയോ? ഇഖ്ബാൽ വലി ജാലിയ വാല എന്ന് പറയുന്ന മനുഷ്യൻ എല്ലാവർക്കും അങ്ങനെ മുടി കൊടുക്കുന്ന ആളൊന്നും അല്ല. ഈ ദാറുൽ ഹുദായിലെ കുട്ടികളൊക്കെ കാണിച്ചു കൊടുത്ത് അവിടുത്തെ വലിയ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തി അതിൻ്റെ മുമ്പിൽ ഒരു കുബ്ബയുണ്ടാക്കുന്ന, അവിടെ നിങ്ങളെ ഫോട്ടോയും പേരും ഒക്കെ എഴുതി വെക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഈ മുടി കൈപ്പറ്റിയത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആ ഭാഗവും കൂടി ഒന്ന് കേൾക്കുക. ചെമ്മാട് ദാറുൽ ഹുദ എന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത്, ആ സ്ഥാപനത്തിന്റെ കുട്ടികളെ ഫോട്ടോ കാണിച്ചു കൊടുത്ത്, എന്നിട്ട് ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇതിന്റെ മുകളിൽ ഞങ്ങളൊരു കുബ്ബയുണ്ടാക്കും, ഗ്ലാസ് വെച്ചിട്ട് നല്ല കുബ്ബയുണ്ടാക്കി അതിൽ ഞങ്ങൾ സൂക്ഷിക്കും, നിങ്ങളെ പേര് അവിടെ എഴുതും, എന്നിട്ട് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ദുആ കിട്ടും, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കും റസൂലുള്ളാഹിന്റെ ഷഹർ മുബാറക്ക് തരണമെന്ന് കേണപേക്ഷിച്ചപ്പോൾ എനിക്ക് തന്ന ആൾ അവർക്കും കൊടുത്തു. അങ്ങനെ ഒന്ന് ലോകത്ത് സംഭവിച്ചിട്ടില്ല. ദാറുൽ ഹുദായിലേക്കെന്ന് പറഞ്ഞ് നമ്മൾ മുടി ആവശ്യപ്പെട്ടിട്ടില്ല. എന്തോ കാട്ട് പറഞ്ഞു വിടുക. പിന്നെ എന്താ ആവശ്യപ്പെട്ട്? നിങ്ങളല്ല അന്വേഷിക്കാൻ പോയാല്? ഇന്നലെ ഇവിടെ വന്നിട്ട് ഒരു ചങ്ങായി വല്ലാണ്ട് ബടായി പൊട്ടിച്ചല്ലോ. എന്താ കണ്ടില്ലായിരുന്നോ ആ അപേക്ഷാ ഫോറം? ആ അപേക്ഷാ ഫോറത്തിലുള്ളത് ദാറുൽ ഹുദായിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണോ ഞങ്ങൾ അപേക്ഷിച്ചത്? നിങ്ങളും പോയി ആരും ഏത് വ്യക്തിയും ചെന്നുകൊണ്ട് അപേക്ഷിച്ചോളൂ. 3/4 മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി കിട്ടും, സംശയിക്കണ്ട. ഇങ്ങനത്തെ ഒരു ആഗോള മുടി വിൽപ്പന ശൃംഖലയിലെ കണ്ണിയായ ഇഖ്ബാൽ വലി ജാലിയ വാല എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്നാണ് 6 വർഷം മുമ്പ് മുടി പറ്റിയത്. രണ്ടാമതായിക്കൊണ്ട്
ആ മുടി അബൂദാബിയിലേക്ക് കടത്തുകയും അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് വെളുപ്പിക്കുവാൻ എന്നുള്ള രൂപത്തിൽ വിശ്വാസ്യത ഉണ്ടാക്കി എടുക്കുവാൻ വേണ്ടി അതിന്റെ സ്വീകാര്യത വരുത്തി തീർക്കുവാൻ വേണ്ടി കൊണ്ടുവന്നു. രണ്ടിന്റെയും ഉത്ഭവം അത് ഇവിടെ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്കത് പരിശോധിച്ചു നോക്കാം. അപ്പോൾ ദാറുൽ ഹുദായിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുടി വാങ്ങിയതായോ മുടിക്ക് വേണ്ടി അപേക്ഷിച്ചതായോ തെളിയിക്കാൻ കാന്തപുരത്തിനോ കാന്തപുരത്തിന്റെ പിന്നിലുള്ള ഏതെങ്കിലും കുഞ്ഞാടുകൾക്കോ സാധ്യമല്ല. വെറുതെ പറയും, എന്തായാലും പറയല. ഇവിടെ വന്ന് വല്ലാതെ ബടായി അങ്ങോട്ട് പൊട്ടിച്ചു പോയല്ലോ. കാന്തപുരത്തിനെ പിന്തുടരാൻ സാക്ഷാൽ നൗഷാദ് അഹ്സനിക്ക് അർഹതയുണ്ട്. കാരണം കാന്തപുരത്തിന്റെ എല്ലാവിധ സ്വഭാവവും മേളിച്ച ആളാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് തന്നെ നുണ പറയുന്നതിന് യാതൊരു മടിയുമില്ല. ഇവിടെ വന്നുകൊണ്ട് ഉസ്താദുമാരുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് കടന്നു വന്നല്ലോ. ഈ പണി നിർത്തിയേക്കുക, ഇല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം അത് നിർത്തിക്കാൻ. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഞങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇതിനിറങ്ങിയത് എന്നോ? ഇത് ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പടുത്തുയർത്തിയ സംഘടനയാണ്. ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദും ബഹുമാനപ്പെട്ട പാങ്ങൽ ഉസ്താദും ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദും ബഹുമാനപ്പെട്ട ശംസുലുലമയും കണ്ണിയത്ത് ഉസ്താദും ഒക്കെ കാണിച്ചു തന്ന പാന്താവിലൂടെയാ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സമസ്തനെ ഒന്നായിട്ട് പൊളിക്കാൻ വന്ന മനുഷ്യനല്ലത്. മൂപ്പര് പറഞ്ഞത് അങ്ങനെ. കീശേരി ഞങ്ങളുമായി സംവാദം വ്യവസ്ഥ ഉണ്ടാക്കുവാൻ വേണ്ടി കടന്നു വന്നു അദ്ദേഹം. പച്ച പൊള്ളു പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞ് സംവാദത്തിൽ നിന്ന് ഊരാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്: നിങ്ങൾ മാർക്കസിനെയും കാന്തപുരം ഉസ്താദിനെയും പൊളിക്കാൻ വന്ന ഞങ്ങൾ നിങ്ങളെ മാർക്കസിനെ ഒന്നായിട്ട് പൊളിക്കാൻ വന്ന. നടക്കൂല. പലരും വന്നതാ. AP തന്നെ വന്നതിനല്ലോ സമസ്തനെ ഒന്നായിട്ട് പൊളിക്കാൻ. എന്നിട്ട് നടന്നോ? ഇല്ല. അത് നടക്കാമെന്ന പൂതി ആർക്കും വേണ്ട. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, തഖ്വയിൽ അസ്തിവാരമിട്ട ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തെ തകർക്കാനോ അതിന്റെ നേതാക്കന്മാർ ഉന്നയിച്ചതായ ആശയഗതികളെ ചോദ്യം ചെയ്യാനോ കാന്തപുരമല്ല, അദ്ദേഹത്തിന് അനുകരിക്കുന്ന ഓരോ കുട്ടിയും വളർന്നിട്ടില്ല. ഇനി നോക്കാം. അദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹം പ്രസിദ്ധനായ ആളാണ് എന്ന് നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. ഇദ്ദേഹം വളരെ മഷൂറാണ്. എന്തിനാ അങ്ങോട്ട് കണക്ട് ചെയ്യുന്നറിയോ? ഷുഹറത്തുള്ള ആളിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ പിന്നെ സനത് ചോദിക്കുന്ന കാഫിറാണെന്ന് പറയാൻ. അദ്ദേഹം പറയുന്ന വാക്ക് നോക്കി. കാരണം അദ്ദേഹം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആധാറുകൾ ഒരുമിച്ച് കൂട്ടുന്ന ആളാണ്. മക്കയിൽ നിന്നും മദീനയിൽ നിന്നും അതുപോലെ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ആധാറുകളെ ഒരുമിച്ച് കൂട്ടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഈ ആധാറിൽ ലഭിക്കാൻ വേണ്ടി ലബനാനിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അബൂദാബിയിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. പല നാട്ടിൽ നിന്നും കത്ത് വന്നിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ പ്രസിദ്ധനാണെന്ന് പറഞ്ഞല്ലോ. പ്രസിദ്ധനാണ് എന്നതിനെന്താ തെളിവ്? നമ്മൾ പത്രസമ്മേളനം നടത്തിയപ്പോൾ തുറന്നു പറഞ്ഞിരുന്നു. ഈ ജാലിയവാലയുടെ അപേക്ഷാ ഫോം വെച്ചതായ ഫയലിൽ ലബനാനിൽ നിന്നുള്ള കത്തുണ്ട്. അതുപോലെ തന്നെ UAE നിന്നുകൊണ്ടുള്ളതായ കത്തുണ്ട്. അബുദാബിയിൽ നിന്നുള്ള കത്തുണ്ട്. ഇത് വെച്ചതിനായിട്ടാണ് മൂപ്പര് വലിയ മഷൂറാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ശ്രമം നടക്കുന്നത്. എന്നാൽ ഈ രണ്ട് കത്തിന്റെയും ഉത്ഭവം പരിശോധിച്ചു നോക്കണം. ആ പത്രസമ്മേളനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട അമ്പലക്കട ഉസ്താദ് പറഞ്ഞിരുന്നു, ഈ കത്തിന്റെ ഉത്ഭവം വിശദീകരിച്ചുകൊണ്ട് തന്നെ 2005 ആ ആരിഫ് ബറക്കാത്തിയിൽ നിന്നുകൊണ്ട് ലഭ്യമായ മുടിയുടെ ഈ സനത് അപേക്ഷിച്ചുകൊണ്ട് അത് ലഭ്യമാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാന്തപുരം രേഖ നൽകിയത്. 2007 അഹമ്മദ് അസ്രജി എന്ന് പറയുന്ന അബൂദാബി സഹോദരൻ അപേക്ഷ നൽകിയത്. ആരാ മുട്ടിച്ചിട്ടുണ്ടാവുക? സ്വാഭാവികമായിട്ടും അനുമാനിക്കാം, അങ്ങനെ ലബനാൻ പണ്ഡിതനോ അല്ലെങ്കിൽ UAE നിന്നോ അങ്ങനെ പുറത്തു നിന്നോ ഒരു അപേക്ഷ വന്നിട്ടുണ്ടെങ്കിൽ അത് കാന്തപുരവുമായി ബന്ധപ്പെട്ട അപേക്ഷ മാത്രമേ ഇഖ്ബാൽ വലിയ ജാലിയ വാല എന്ന് പറയുന്ന മനുഷ്യന്റെ അടുക്കൽ എത്തിയിട്ടുള്ളൂ. ഇതെന്താ ആർക്കും മനസ്സിലാവൂല എങ്ങനെ വന്നതാണെന്ന്? നിഷേധിക്കാൻ ചങ്കൂറ്റുണ്ടോ? എന്റെ നിഷേധിക്കുക, ബാക്കി ഞങ്ങളിടാ. ഇവിടെ വന്നുകൊണ്ട് എന്തൊക്കെയോ പച്ചപ്പൊള്ളു പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ച് നടക്കുകയല്ല അദ്ദേഹം ചെയ്തത്. എന്നാൽ ഇതൊക്കെ ഇവര് തന്നെ പഠിച്ചുണ്ടാക്കിയ, ഞങ്ങൾ കഴിഞ്ഞ തവണ കാണിച്ചതുപോലെ തന്നെ ആ മുക്കൂട്ട് മുന്നണിയിലെ അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവസാനം പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ആ മുടി എന്താ ചെയ്യാ എന്നാണ് അവർക്ക് അറിയാൻ ബേജാറ്. കാരണം ഇവരെ സമ്മതിച്ചല്ലോ, നമ്മളാ മുടി അത് ഇക്ബാൽ വലി ജാലിയ വാല എന്ന് പറയുന്ന മനുഷ്യന്റെ കയ്യിൽ നിന്നുകൊണ്ട് തന്നെയാണ് കിട്ടിയത് എന്ന്. അപ്പൊ അതിൽ പരീക്ഷണം നടത്തുവോ? അതിന്റെ കാലഗണന നിർണ്ണയിക്കോ? അതിന്റെ കാർബൺ റേറ്റിംഗ് നടത്തുവോ? അതിന്റെ നേല് വെച്ച് നോക്കിക്കാളോ? അല്ല പരസ്യമായിട്ട് കത്തിപ്പോയാലോ? അവിടെ ബേജാറുണ്ട്. അതാ കാന്തപുരം ചോദിക്കുന്ന ചോദ്യം നോക്കി നിങ്ങൾ.
പ്രസിദ്ധമായ ഒന്ന് കത്തിച്ചു നോക്കിയിട്ട് പരിശോധിക്കാം എന്ന് പറയുന്നതിന് തെളിവ് എവിടെ? അത് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, ബുഖാരിന്റെ ഇബാറത്തിലുണ്ടോ? ഇത് തെളിയിക്കേണ്ടതാണ്. അത് തെളിയിക്കാത്ത കാലത്തോളം കിട്ടിപ്പോയി തെളിവ്, വ്യാജനാണെന്ന് തെളിവ് കിട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമില്ല. തെളിവ് ഖുർആനിലേക്ക് പോയിട്ടാ മുമ്പ് ചോദിക്കുന്നത്, ഹദീസിലേക്ക് പോയിട്ടാ ചോദിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വഹാബികളെ സഹായിക്കുവാൻ വേണ്ടി കുവൈത്ത് കരാർ എന്ന് പറയുന്ന കരാർ എഴുതി ഒപ്പിട്ടുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയഗതികളെ മുഴുവനും പണയം വെച്ചുകൊണ്ട് ഒന്നാമത്തെ കരാർ എന്താ എഴുതിയത്? 17 കരാറിൽ വുജൂബ് റദ്ദി തനാസുഇ ഇലല്ലാഹി വറസൂലി ഇദാ മാ തനാസഅനാ മസാഇലിൻ മിൻ മസാഇലിൽ അഖീദ. വിശ്വാസപരമായ ഒരു കാര്യത്തിൽ നമ്മൾക്ക് സംശയമുണ്ടാവുകയാണെങ്കിൽ നേരിട്ട് ഖുർആനിൽ ചെന്ന് പരിശോധിച്ചു നോക്കണം, നേരിട്ട് ഹദീസിൽ ചെന്നുകൊണ്ട് പരിശോധിച്ചു നോക്കണമെന്ന് പറഞ്ഞ് വഹാബികളും മൗദൂദികളും പുത്തൻവാദികളൊക്കെ ഏതൊരു ആശയഗതികയിലേക്കാണോ സമൂഹത്തെ കൊണ്ടുപോയിരുന്നത്, ആ സമൂഹത്തെ അതേ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഖുർആനിലുണ്ടോ, സുന്നത്തിലുണ്ടോ, ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പോകുവാൻ തന്നെയാണ് ഇപ്പോഴും ഇദ്ദേഹം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് തിരുകേശ മഹത്ത വർത്തമാനമെന്ന ഹക്കീം സൈദി എഴുതിയ ഇഹ്യാ ഉസ്സുന്ന പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചതായ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ തന്നെ അവതാരിക എഴുതിയിട്ടുള്ളത് സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. ആ പുസ്തകത്തിൽ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് മുടി കത്തിച്ചു നോക്കിയതായ സംഭവങ്ങൾ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതിന്റെ 32ാമത്തെ പേജ് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കാണാം. മദീനയിലെ അമീറായിരുന്ന അറബി ഉദ്ധരണിയും മൂലവും അവിടെ ഉണ്ട്. സമയ ലഭ്യത കുറവ് മൂലം ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. മദീനയിലെ അമീറായിരുന്ന സയ്യിദ് ഹസനുൽ മലീഹ് റളിയല്ലാഹു അൻഹു ഡമസ്കസിലെ ഭരണാധികാരിയായിരുന്നു. ബക്ജൂറിനെ സന്ദർശിച്ചതായ അവസരത്തിൽ സയ്യിദ് ഹസൻ അദ്ദേഹത്തിന് നൽകിയ സമ്മാനം 14 തിരുകേശങ്ങളായിരുന്നു. ബക്ജൂർ അർഹമായ ആദരവോടെ അത് സ്വീകരിച്ചു സൂക്ഷിച്ചെങ്കിലും പിന്നീട് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. ഇതെങ്ങനെ തിരുകേശമാവും? അദ്ദേഹത്തിലെ കുടുംബത്തിന് ആരുടെയെങ്കിലും ആയിരിക്കും. ഈ വിവരം അറിഞ്ഞ സയ്യിദ് ഹസൻ ബക്ജൂറിനെ സമീപിച്ചു താൻ നൽകിയ സമ്മാനം തിരികെ ആവശ്യപ്പെട്ടു. സമ്മാനം തിരികെ നൽകിയപ്പോ തീ കത്തിക്കുന്ന ഒരു ഉരക്കല്ല് കൂടി ആവശ്യപ്പെട്ടു. ഉരക്കല്ല് ഹാജരാക്കി. തിരുകേശങ്ങൾ ഉരക്കല്ലിൽ വെച്ച് അഗ്നിക്കിരയാക്കി. അത്ഭുതം, ഒരു കേശം പോലും കത്തിയില്ല. ബക്ജൂർ പൊട്ടിക്കരഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചു, മാപ്പപേക്ഷിച്ചു. ഞങ്ങളുടെ ചെയ്തികളുടെ പേരിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഞങ്ങൾ ലജ്ജിക്കുന്നു. പിന്നീട് അമിതമായി ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ ബഹുമാനിച്ചു. കുതിരപ്പുറത്ത് കയറിയപ്പോ അദ്ദേഹത്തിന്റെ കാൽ പിടിച്ചു ചുംബിക്കുക വരെ ചെയ്തു. താരിഖുൽ ഇസ്ലാം ദഹബി വാല്യം 27 പേജ് 407 ഈ മുടി കത്തിച്ച സംഭവം തിരുകേശ മഹത്ത വർത്തമാനം എന്ന പുസ്തകത്തിൽ AP അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയ പുസ്തകത്തിൽ നിന്നുകൊണ്ട് ഉദ്ധരിച്ചതാണ്. ഇനി മറ്റൊരു സംഭവം. ഇത് പൂങ്കാവനമാണ്. ഇന്റർസിറ്റി ആർക്കേഡ് നിയർ മർക്കസ് കോംപ്ലക്സ്. അവിടെ നിന്നുകൊണ്ട് പുറത്തിറങ്ങുന്ന അതിൽ പി ഹക്കീം സഅദി എന്ന് പേര് വെച്ചുകൊണ്ട് എഴുതിയതായ ലേഖനത്തിൽ കാണാം. ഹസ്രത്ത് ഇബ്നുൽ അദീം റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ കേശവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഇങ്ങനെ സംഗ്രഹിക്കാം. ഇബ്നു അബി ത്വാഹിറുൽ അലവി റളിയല്ലാഹു തആല അൻഹു എന്ന മഹാന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 14 പുണ്യകേശങ്ങൾ ഉണ്ടായിരുന്നു. അക്കാലത്ത് ഹലബ് പ്രദേശം ഭരിച്ചിരുന്ന അമീർ അലവികളെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബത്തെ വല്ലാതെ സ്നേഹിക്കുന്നവനും നല്ലൊരു ഉദാരമതിയുമാണെന്നറിഞ്ഞതിനാൽ ഇബ്നു അബി ത്വാഹിർ റളിയല്ലാഹു തആല അൻഹു അമീറിനെ സന്ദർശിച്ചു. സന്ദർശനത്തിനിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ കേശങ്ങൾ അദ്ദേഹം അമീറിന് കാഴ്ചവെച്ചു. പ്രവാചക സ്നേഹിയായ അമീർ അദ്ദേഹത്തിന് ഇതിന്റെ പേരിൽ നല്ല പാരിതോഷികങ്ങൾ നൽകി സന്തോഷത്തോടെ യാത്രയാക്കി. ഖേദകരമെന്ന് പറയട്ടെ, ഏതാനും മാസങ്ങൾക്ക് ശേഷം അമീറിനെ വീണ്ടും കാണാനായപ്പോ മഹാനവർകളെ പരിഗണിച്ചതേ ഇല്ല. തന്നെ കണ്ടപാടെ അമീർ മുഖം തിരിക്കുകയാണുണ്ടായത്. ഇബ്നു അബി ത്വാഹിർ റളിയല്ലാഹു തആല അൻഹു കാരണം അന്വേഷിച്ചപ്പോ അമീർ നീരസത്തോടെ പറഞ്ഞു, താങ്കൾ മുമ്പ് എനിക്ക് സമ്മാനിച്ച കേശങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. താങ്കൾ എന്നെ പറ്റിക്കുകയായിരുന്നുവല്ലോ. മഹാനവർകൾ അല്പസമയം നിശബ്ദനായി. പ്രസ്തുത കേശങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് തന്നെയാണെന്ന് അമീറിന് ബോധ്യപ്പെടുത്തിക്കൊണ്ടേ പറ്റൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം അമീറിനോട് പ്രസ്തുത കേശങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് അമീർ അടക്കം എല്ലാവരും നോക്കി നിൽക്കെ മഹാനവർകൾ ആ വിശുദ്ധ കേശങ്ങൾ തീയിലേക്ക് എറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് മുടിയെങ്കിൽ അതിനെ തീ സ്പർശിക്കുകയില്ലെന്നുറപ്പാണല്ലോ. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് മഹാനവർകൾ അങ്ങനെ ചെയ്തത്. എന്തൊരത്ഭുതം! തീയിൽ വീണ ആ വിശുദ്ധ കേശങ്ങളെ തീ സ്പർശിച്ചതേയില്ല. അത് കരിഞ്ഞില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ശോഭയോടെ വെട്ടിത്തിളങ്ങുകയും ചെയ്തു. അമീറിന് തന്റെ തെറ്റുബോധ്യമായി. പ്രസ്തുത കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് തന്നെയാണെന്ന് അമീറിന്
അമീറിനും സദസ്യർക്കും സംശയലേശമന്യേ ബോധ്യപ്പെടുകയും അദ്ദേഹം അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹസ്രത്ത് അബൂ താഹിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പാദങ്ങൾ ചുംബിക്കുകയും അദ്ദേഹത്തോട് തെറ്റിദ്ധരിപ്പിച്ചതിൽ മാപ്പപേക്ഷിക്കുകയും ധാരാളം സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു. നസീമുർ റിയാദ് ഉദ്ധരിക്കുകയാണ്, പൂങ്കാവനം ഫെബ്രുവരി 11 പൂങ്കാവനം. ഇനി മറ്റൊന്നുകൂടി, സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ പ്രിന്ററും പബ്ലിഷറുമായ സുന്നി വോയിസ് ലക്കം 1 വാല്യം 20 2000 മെയ് 16 മുതൽ 31 വരെയുള്ള ആ ലക്കത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് അതിന്റെ 14-ാം പേജിൽ കാണാം. അന്നു രാത്രി ഹസ്രത്ത് ബാലിലേക്ക്, അതായത് ഔറംഗസീബിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഇന്ന് കശ്മീരിൽ നിലകൊള്ളുന്ന മുടിയെക്കുറിച്ച് കൊണ്ട് തന്നെയാണ് ചർച്ച. അങ്ങനെ ഹാജായ കൊട്ടാരത്തിൽ ഹാജരാക്കാൻ ഔറംഗസീബ് ഉത്തരവിട്ടു. അദ്ദേഹം കൊട്ടാരത്തിൽ ഹാജരായി. ഈ പുണ്യകേശം കൊട്ടാരത്തിലെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പരിശോധനയ്ക്ക് വെച്ചു. പണ്ഡിതന്മാർ പുണ്യകേശത്തിന്റെ യാഥാർത്ഥ്യം സ്ഥിരീകരിച്ചു. എങ്കിലും ഔറംഗസീബ് മറ്റു പരിശോധനകളിൽ ഏർപ്പെട്ടു. റസൂലിന്റെ പുണ്യകേശം അദ്ദേഹം സൂര്യപ്രകാശത്തിന് അഭിമുഖമായി വെച്ചു. മറ്റു വസ്തുക്കൾക്ക് ഉണ്ടാകുന്നത് പോലുള്ള നിഴൽ ഇതിന് ദൃശ്യമായില്ല. പിന്നീട് അദ്ദേഹം പുണ്യകേശം തീയിൽ കാണിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, തീ അതിനെ സ്പർശിക്കുക പോലും ചെയ്തില്ല. പിന്നീട് മധുരം പുരട്ടി ഒരു കടലാസിൽ വെച്ചു. ഒരു ചെറുകീടം പോലും അതിനടുത്തേക്ക് വന്നില്ല. ഇതിൽ ആശ്ചര്യവാനായ ഔറംഗസീബ് ഇത് അജ്മീർ ഷരീഫിൽ സൂക്ഷിക്കാൻ ഉത്തരവിട്ടു. അന്ന് രാത്രി ഔറംഗസീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശനമുണ്ടായി ആ പുണ്യകേശം ഹാജായെ തന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഇരിക്കട്ടെ, ഇങ്ങനെ ഞാൻ വായിച്ചു. 3 ഉദ്ധരണികൾ, 3ഉം കാന്തപുരം തന്നെ അംഗീകരിച്ചതാണ്. മറ്റാരെങ്കിലും പറഞ്ഞാൽ അത് നവീനവാദമായി കൊണ്ട് ഉന്നയിച്ചുകൊണ്ട് നടക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു തആല അൻഹു തന്റെ ഖസായിസിൽ പറഞ്ഞ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് മഹാനവർകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ, ബഹുമാനപ്പെട്ടവരെ പറഞ്ഞപ്പോ അദ്ദേഹത്തെ ഹൈന്ദവ വിശ്വാസിയോടല്ലേ നിങ്ങൾ ഉപമപ്പെടുത്തിയത്? സിറാജിൽ ഓയം തരുവണ എന്ന് പറയുന്നതായ തരികിടക്കാരൻ പേര് വെച്ചുകൊണ്ട് എഴുതിയതായ ലേഖനത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് ബഹുമാനപ്പെട്ട മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വ്യാജം ചമക്കുന്ന ആളുകൾക്ക് നേരെ മാറ്റുരച്ചുകൊണ്ട് അതിനെ വ്യക്തമായി പരീക്ഷണ വിധേയമാക്കി നോക്കുവാനുള്ള മാനദണ്ഡം ബഹുമാനപ്പെട്ട ഇമാമുകൾ പറഞ്ഞതെടുത്ത് ഉദ്ധരിച്ചപ്പോ ബഹുമാനപ്പെട്ട ശൈഖുനായെ ഹൈന്ദവ വിശ്വാസികളോട് സാമ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു സിറാജുൽ ലേഖനം എഴുതിയത്. ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല, സമയം വളരെ കുറവായതുകൊണ്ട്. ഇരിക്കട്ടെ, ഇങ്ങനെ ഹദീസിലേക്ക് സുന്നത്തിലേക്കൊക്കെ ജനങ്ങളെ അങ്ങനെ കൊണ്ടുപോകുവാനും കബളിപ്പിക്കുവാനുമുള്ള നിഗൂഢമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവര് തന്നെ കത്തിച്ചു നോക്കിയ സംഭവം ഞങ്ങൾ കഴിഞ്ഞ തവണ കാണിച്ചതാണല്ലോ. പകര എന്ന് പറയുന്ന ഇവരുടെ സ്വപ്നജീവി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, സാക്ഷാൽ അഹമ്മദ് ഹസ്രജി ഇങ്ങനെ മുടിയുടെ എണ്ണം കൂടുമ്പോ അത് ഞാൻ എന്റെ തലയിൽ മുടിയെടുത്ത് കത്തിക്കും, അത് കരയും. പിന്നെ ഞാൻ ഇതിൽ നിന്നുകൊണ്ടുള്ള മുടിയെടുത്ത് കത്തിക്കും, അതിന് യാതൊരു കരയിലും സംഭവിക്കൂല. അദ്ദേഹം പറയുന്നു, എന്റെ വ്യക്തിപരമായ പരിശോധനയിൽ അദ്ദേഹം പറയുന്നു, ഷഅർ മുബാറക് ചിലപ്പോൾ 1.7, 2.8 സെന്റിമീറ്റർ വരെയൊക്കെ ഒരു വർഷത്തിൽ വളരും. അത് ഞാൻ അനുഭവിച്ചതാണ്, എന്റെ വീട്ടിലുള്ളത്. അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾ വെച്ച് നോക്കൂ, ഒരേപോലെ വെച്ച ഷഅർ മുബാറക് പിന്നീട് എടുത്ത് കുറെ മാസങ്ങൾ കഴിഞ്ഞ് നോക്കിയാൽ ഒന്ന് മറ്റേതിനേക്കാൾ വളർന്നതായി കാണാം. അത് അനുഭവമാണെന്ന് അദ്ദേഹം വെല്ലുവിളിച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ വീട്ടിലുള്ള ഷഅർ മുബാറക്കിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ഷഅർ മുബാറക് ചിലപ്പോൾ ഖജാനയിൽ സൂക്ഷിച്ച ഒരു അല്പം 1-2 ഷഅർ മുബാറക് പിന്നീട് അത് തുറക്കുമ്പോൾ അത് 3ഉം 4ഉമായത് ഞാൻ കണ്ടിട്ടുണ്ട്. ജവാഹിറുൽ ബിഹാറിൽ പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന്. അത് 3ഉം 4ഉമാകും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എന്നിട്ട് പരിശോധിക്കും, തീ കത്തിച്ചിട്ട് എന്റെ ഒരു മുടിയെടുത്തിട്ട് ഞാൻ തീയിലേക്ക് കാണിക്കും, അത് കരിയും. എന്നിട്ട് പിന്നെ ഈ 3 ഒന്ന് വെച്ചിട്ട് കൂടുതൽ കണ്ട ഈ ഷാറു ഓരോന്നെടുത്ത് തീയിൽ കാണിക്കും, ഒരു കരിയിലും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് റസൂലുള്ളാഹിന്റെ ഒരു ഷാറിൽ നിന്നുണ്ടായ മറ്റ് ഷാറുകളാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ എത്രയോ പരിശോധിച്ച അനുഭവം എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉദ്ധരിച്ചതായ ഉദ്ധരണികൾ വളരെ സുവ്യക്തമായി കൊണ്ട് കഴിഞ്ഞ തവണ കാണിച്ചതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. ഇനി അങ്ങനെ
സ്ഥിരീകരണത്തിന് വിധേയമാക്കിക്കൊണ്ട് കടന്നു വന്നാൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ രക്ഷപ്പെട്ടേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്, അതായത് ഇവിടെ സാക്ഷാൽ നൗഷാദ് അടക്കമുള്ള ആളുകൾ മറുപടി പറയാതെ ഉരുണ്ട് കളിച്ചതായ ഒരു മാർഗമുണ്ട്. അദ്ദേഹത്തിന് ലഭ്യമായി എന്ന് പറയുന്നതായ ക്ലിപ്പിൽ വളരെ വ്യക്തമായി കൊണ്ട് പരാമർശിക്കപ്പെടുന്നുണ്ടല്ലോ, ഞാൻ ഹസ്രജിക്ക് മുടി കൊടുത്തിട്ടുണ്ട് എന്ന്. ആ ഭാഗം എന്തുകൊണ്ട് തൊടാതെ പോയി? എന്തുകൊണ്ട് തൊടാതെ പോയി? ഖാസ്റജിക്ക് മുടി എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ മർക്കസിൽ വെച്ചുകൊണ്ട് പറഞ്ഞതെന്താ? ഖാസ്റജിക്ക് മുടി കിട്ടിയത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ്, ഉസ്താദുമാർ, മശായിഖന്മാർ, അങ്ങനെയാണ് മുടി ലഭിച്ചത് എന്ന് പറഞ്ഞത് സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാര. പിന്നീട് അവിടെ വെച്ചുകൊണ്ട് പ്രഭാഷണങ്ങളിൽ മാത്രമല്ല, പിന്നീട് ഇറക്കിയതായ സീഡികളിലൊക്കെ അത് ആവർത്തിക്കപ്പെട്ടപ്പോ കയ്യോടെ പിടികൂടിയപ്പന്റെ സഭയാണെന്ന് തിരുത്തി പറയേണ്ടി വന്നു. അതിന് വിരുദ്ധമായി മറ്റൊരു സനദ് വളരെ വ്യത്യസ്തമായി കൊണ്ട് തന്റെ പിതാക്കന്മാരുടെ പരമ്പരയിൽ കൂടി തന്നെയാണെന്ന് അഹമ്മദ് അസ്രജി തന്നെ പൂങ്കാവനത്തിലൂടെ സുന്നി വോയിസിലൂടെയും വിശദീകരിക്കുകയുണ്ടായി. ഇങ്ങനെ വ്യത്യസ്തമായ സനദ് വന്നപ്പോഴാണല്ലോ മാറ്റി പറയാൻ പേരോട് മൗലവി നിർബന്ധിതനായി തീർന്നത്. ഞാൻ ചോദിക്കട്ടെ, അവിടെ നിന്നൊക്കെ മാറിയിട്ട് വളരെ സുവ്യക്തമായി കൊണ്ട് പരാമർശിക്കപ്പെട്ടല്ലോ, അഹമ്മദ് അസ്രജി എന്ന് പറയുന്ന അബൂദബിക്കാരൻ മുടി സംഘടിപ്പിച്ചിട്ടുള്ളത് സാക്ഷാൽ ഇഖ്ബാൽ വലി മുഹമ്മദ് ജാലിയാവാല എന്ന് പറയുന്ന ആളുടെ അടുക്കൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഇഖ്ബാൽ ജാലിയാവാലക്കാണെങ്കിലോ അതെവിടെ നിന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കാനിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. ജാലിയാവാല പറഞ്ഞത് നമ്മളെടുക്കലുണ്ട്, ആരുടെ അടുക്കൽ നിന്നാണ് മുടി കിട്ടിയത് എന്ന്. ഇരിക്കട്ടെ, ഇങ്ങനെ ഇരിക്കുന്നതായ സമയത്താണ് മൂപ്പര് പറയുന്നു, മുൻകൂറായിക്കൊണ്ട് അദ്ദേഹം ഒരു ജാമ്യം എടുക്കുന്നുണ്ട്. ഇത് ഈ ബോംബെയിൽ നിന്നുകൊണ്ട് വന്നതാണെങ്കിൽ തന്നെ എന്താണ് നമ്മൾ അങ്ങനെ മറുപടി പറഞ്ഞാൽ പെടുവോ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നു. ആ ഭാഗം ഒന്ന് കാണുക. പിന്നെ അബൂദാബിയിൽ നിന്ന് ലഭിച്ചതും ഇവിടുന്ന് കൊണ്ടുപോയതാണ് എന്ന് അവർ പറയുന്ന ഒരു തെളിവ് അവർ ഉദ്ധരിച്ചിട്ടില്ല. ഇനി ആണെങ്കിൽ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയത് കൊണ്ട് തെറ്റാണെന്ന് അതിനും അവർ തെളിവ് ഉദ്ധരിച്ചിട്ടില്ല. അബൂദാബിയിലേക്ക് കൊണ്ടുപോയതിന് തെളിവ് ഉദ്ധരിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. അബൂദാബിയിലേക്ക് രേഖ കൊണ്ടുപോയതിന് അബൂദാബിയിലേക്ക് അഹമ്മദ് അസ്രജി മുടി കൊണ്ടുപോയതിന്റെ രേഖ വളരെ സുവ്യക്തമായി കൊണ്ട് ഞങ്ങൾ പരാമർശിച്ചു. അത് മാത്രമല്ല, അത് നമ്മൾ വീണ്ടും കൊണ്ടുപോയേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് മൂപ്പര് മുൻകൂർ ജാമ്യം എടുക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മൂപ്പരങ്ങനെ വാലിട്ടുകൊണ്ട് സംസാരിക്കാൻ അത് വിദഗ്ധനാണ്. ഇന്നലെ ഇവിടെ വന്നുകൊണ്ട് മറ്റേ ചങ്ങാതി വിശദീകരിച്ചതെന്താ? ആ ഉസ്താദിന്റെ വാക്ക് വിശദീകരിക്കേണ്ടത് ഞങ്ങൾ ആ ഉസ്താദിന്റെ തോതി പഠിച്ച നിങ്ങളല്ലാന്ന്. ഇൻഷാ അല്ലാഹ് ഇസ്മായിൽ സഖാഫി ഇവിടെ വിശദീകരിക്കാനിരിക്കുന്നുണ്ട് ഉസ്താദിന്റെ സ്വഭാവവും ഉസ്താദിന്റെ വിശകലനങ്ങളും വാക്കുകളും ഒക്കെ. ആ ഉസ്താദിന്റെ അടുക്കൽ നിന്നുകൊണ്ട് പഠിച്ച സഖാഫികൾ തന്നെ വിശദീകരിക്കും കാന്തപുരം പഠിപ്പിച്ചു കൊടുത്ത ഓരോന്നും അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇരിക്കട്ടെ, അപ്പോൾ ഇവർ ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ കളവ് പറയുന്നതായ കാര്യങ്ങൾ അത് എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ പൊളിയും. ഇവിടെ വന്നുകൊണ്ട് ഇന്നലെ പറഞ്ഞതെന്താ? ഇവിടെ നിന്നുകൊണ്ട് മുടി വാങ്ങാൻ വേണ്ടി ഹമീദ് വൈസി പോയപ്പോ അവിടെ ജാലിയാവാലിന്റെ കൈ മുത്തിയിട്ടുണ്ട്, അദ്ദേഹം വലിയാണെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് തന്നെ. ഇവിടെ കാര്യം കാണാൻ വേണ്ടിയിട്ട് ഏത് കൈതന്റെ കാലും പിടിക്കേണ്ടി വരും. കാലൊന്നും പിടിച്ചില്ലല്ലോ, കയ്യേ പിടിച്ചുള്ളൂ. കാരണം ജാലിയാവാല എന്ന് പറയുന്ന മുടിക്കച്ചവടക്കാരനിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് മുടി കിട്ടണം. അതിവിടെ വന്നുകൊണ്ട് നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിന് താഴാൻ പറ്റിയ പരിധിയോളം ഞങ്ങൾ താന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അമീദ് ഫൈലി അതിനനുസരിച്ച് അടവെടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ച് ഇത് അങ്ങനെയൊന്നും അങ്ങ് കഴിച്ചിലാകാൻ പറ്റുന്ന സംഗതിയാണെന്നോ? അത് നടക്കൂല. ഏതോ ആവട്ടെ, ഞാൻ അങ്ങോട്ട് നീട്ടിപ്പരത്തി പറഞ്ഞു പോവുകയല്ല. ഇവിടെ വന്നുകൊണ്ട് അദ്ദേഹം പിന്നീട് പറഞ്ഞത്, ഞാൻ അവിടെ പോകുമ്പോ ഒരുപാട് ഇമാമിയങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ മൗലിദ് നടക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ്. എന്നാൽ അദ്ദേഹത്തിന് സത്യത്തിന്റെ ലവലേശമെങ്കിലും ജീവിതത്തിൽ പുലർത്താൻ സാധിക്കുമെങ്കിൽ പോയി പരിശോധിച്ചു നോക്കട്ടെ. ഒരു 5 വക്ത് വേണ്ട, 2 വക്തെങ്കിലും ഇഖ്ബാൽ വലി മുഹമ്മദ് ജാലിയാവാല എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ നിസ്കാരത്തിന്റെ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് പരിശോധിക്കാൻ ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകളൊന്ന് തയ്യാറാകുമോ? എന്തിനങ്ങനെ മടി? എന്തിനാ നിങ്ങൾക്ക് മടി? ആരാ ജാലിയാവാല എന്ന് വളരെ സുവ്യക്തമായി പഠിച്ചതിന്റെ ശേഷം തന്നെയാ ഞങ്ങളത് പ്രഖ്യാപിച്ചത്. അല്ലാതെ മുടി കിട്ടിയും ഇവിടെ വന്നുങ്ങാട്ട് എന്നെ വിളിച്ചിരുന്നതല്ല. ജാലിയാവാല ആരാണ് എന്ന് അന്വേഷിച്ചത് തന്നെ, അല്ലാതെ നിങ്ങളാരും റൂട്ട് പറഞ്ഞു തന്നതല്ലല്ലോ. ഞങ്ങളതാ ഇപ്പോഴും ചോദിക്കുന്നു. അതിന്റെ അടുത്ത ആള് ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന മനുഷ്യൻ, നിങ്ങൾ വായിച്ച സനദിൽ നിങ്ങൾ പറഞ്ഞ ആള്, അദ്ദേഹത്തെയും ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാനായിട്ടില്ല. ഇരിക്കട്ടെ,
നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അതിൽ പറഞ്ഞ ഖാദിരിയ തരീഖത്തിന്റെ സിൽസില അതേത് ഫിർദൗസി കൂടിയാണ് പോയത്, അതെങ്ങനെയാണ് അവസാനം ഖുതുബുദ്ദീൻ ഫിർദൗസി ഔട്ടായത്, അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഉസ്താദിന്റെ ബാക്കി ഇങ്ങനെ വിശദീകരിച്ച് ഞങ്ങൾ വിശദീകരിക്കേണ്ടിടത്തോളം വിശദീകരിക്കും തോറും ഇത് സങ്കീർണാവുകയേ ഉള്ളൂ. ഇത്രയേ ഇപ്പം പറയുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ വന്ന് മറുപടി പറയണം. അല്ലാതെ എന്തെങ്കിലും ചപ്പടാച്ച് വർത്തമാനം നിങ്ങൾ പറഞ്ഞു പോയത് കൊണ്ടായില്ല. ഇനി പറയട്ടെ, ആ സ്ക്രീനിൽ കാണുന്നത്, ഈ കാണുന്ന കുബ്ബ ഇന്നലെ ഇവിടെ വെച്ചുകൊണ്ട് സംസാരിച്ചു പോയി എന്ന് പറയുന്ന മനുഷ്യൻ കണ്ടിട്ടുണ്ടോ? എങ്കിൽ ഞാൻ വളരെ സുവ്യക്തമായി കൊണ്ട് ചോദിക്കുകയാണ്, ജാലിയാവാലയുടെ ഫ്ളാറ്റിലെ പ്രൈവറ്റ് റൂമിൽ അടിച്ചിട്ടിരിക്കുന്ന അലമാര തുറന്നാൽ കാണുന്ന ഈ സാധനം, അതിലുള്ള നിരവധി ആസാറുകളുടെ ശേഖരം, അതൊക്കെ അസലുള്ളതാണ് എന്ന് തെളിയിക്കാൻ അവർക്ക് ചങ്കൂറ്റമുണ്ടോ? കാരണം അവിടെ ചില്ലറ സാധനം നല്ലുള്ളത്. എത്രത്തോളം കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട അമ്പലക്കട ഉസ്താദ് ഇവിടെ നിന്നുകൊണ്ട് സൂചിപ്പിച്ചിരുന്നു, സാക്ഷാൽ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ കളർ ഫോട്ടോ വരെ ഉണ്ട് അവിടെ. എല്ലാ ഇമാമിങ്ങളെയും താടിരോമങ്ങളും, മിക്ക ഇമാമിങ്ങളുടെയും താടിരോമങ്ങളും തലരോമങ്ങളും ഒക്കെ സ്റ്റോക്ക് ഉണ്ട്. ആർക്കും ആണേ പോയോക്കാം. എന്നിട്ട് ഇതൊക്കെ കണ്ട് വന്നുങ്ങാഞ്ഞിട്ടാണ് സത്യം ബോധ്യപ്പെട്ടിട്ടും ഇവിടെ വന്നുങ്ങാണ്ട് അത് റസൂലുള്ളാന്റെ ആണ്, ഷേർ മുബാറക്കാണ്, അത് ഒറിജിനലാണ്, മുസ്ലിങ്ങളെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കണം എന്ന്. നമ്മളൊക്കെ കാഫിരീങ്ങളാണ്. ഉളുപ്പില്ല മനുഷ്യന്മാരെ എന്തെങ്കിലുമൊക്കെ പറയാനും. ബഹുമാനപ്പെട്ട ശംസുൽ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, മനുഷ്യനാണെങ്കിൽ ഉളുപ്പ് വേണം. മനുഷ്യനെല്ലാം തന്നെ കഴുതകളല്ല, എല്ലാവരും കഴുതകളല്ല. ചില ആളുകൾ കഴുതകളായിട്ടുണ്ടാകും, പൊതുജനത്തിൽ ചില ആളുകൾ കഴുതകളായിട്ടുണ്ടാകും, അത് ബന്ധപ്പെരുണ്ടാവും. ശംസുലമ പറഞ്ഞ സാധനം നമ്മളെടുക്കൽ സ്റ്റോക്ക് ഉണ്ടല്ലോ. ശംസുലമ അങ്ങനെ പറഞ്ഞത് വെറുതെ അല്ല, ജനങ്ങളെല്ലാം കഴുതകളല്ല, ജനങ്ങളിൽ നിന്ന് ചില ആളുകൾ കഴുതകൾ ഉണ്ടാവും, അത് ബന്ധപ്പെരുണ്ടാവുന്നു. എപ്പിനെ പറ്റി കാണാൻ അന്ന് ശംസുലമ പറഞ്ഞത് അത് വെറുതൊന്നല്ല. കാരണം ശംസുലമ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ പിൽക്കാലഘട്ടത്തിൽ സംഭവിച്ചത് തന്നെയാണ്. ഇതുപോലുള്ള കഴുതകൾ അതിങ്ങനെ സംഭവിച്ച് ഇപ്പോഴും ഇങ്ങനെ നടക്കുക. സത്യം അവർക്ക് ബോധ്യപ്പെട്ടിട്ടും ഇവിടെ വന്ന് അണികളെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ട് കളിക്കുന്നതായ നാടകങ്ങൾ, ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? നിങ്ങൾ ആരെ പേരിലാ കളവ് പറയുന്നത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ കളവ് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ലെവലേശമെങ്കിലും ആലോചിക്കണ്ടേ? എന്നിട്ട് പൊള്ളു പറയുന്നത് ഞങ്ങളാണെന്നോ? ഞങ്ങൾ തെളിയിച്ചു തന്നല്ലോ. ഞങ്ങൾ ഇവിടെ നിങ്ങൾ പറഞ്ഞതായ മുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉന്നയിച്ച് ഓരോ തവണയും വിശദീകരിക്കുന്നതിനനുസരിച്ച് കൊണ്ട് സങ്കീർണതയിൽ ഏർപ്പെടുന്ന നിങ്ങൾ സനതെന്ന് പറഞ്ഞ് വായിച്ചതടക്കമുള്ള ഓരോ വൈരുദ്ധ്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടും അതൊക്കെ ഞങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു. മറുപടിയായോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്വന്തം അണികളെ സമാധാനിപ്പിക്കാമെന്നല്ലാതെ സ്വന്തം സമാധാനിക്കാൻ കഴിയോ? പൊതുജനം എന്ത് പറയട്ടെ? നിന്റെ നഫ്സിനോട് നിനക്കൊരു കടപ്പാടുണ്ട്, നിന്റെ ആത്മാവിനോട് നിനക്കൊരു കടപ്പാടുണ്ട്, ഇല്ലേ? ചോദിച്ചു നോക്കണം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോയാൽ പോരാ. വ്യക്തമായ പഠനത്തിന് വിധേയരാക്കാൻ ഇവരുടെ മുശാവറയിൽ അംഗങ്ങളാണ് എന്ന് പറയുന്ന ഓരോ ആളുകളും തയ്യാറാവണം. നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദുമാര് സൂചിപ്പിച്ചല്ലോ, ഇപ്പൊ നിങ്ങൾ കാണിക്കുന്നതായ മൗനം, ആ മൗനം നിങ്ങളെ നാളെ മഹ്ശറ വൻ സഭയിൽ വെച്ചുകൊണ്ട് വിരൽ കടിപ്പിക്കാൻ നിർബന്ധിതരായി തീർക്കുന്നതാ. യാ ലൈതനി ഇത്തഖതു മഅർ റസൂലി സബീല, യാ വൈലതാ ലൈതനി ലം അത്തഖദു ഫുലാനൻ ഖലീല. ഈ ചങ്ങാതിയെയാണല്ലോ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചത്, കമ്പനിയായി കൂട്ടുകൂടിയത്, ഇവന്റെ പിന്നാലെയാണല്ലോ ഞാൻ അണിനിരന്നതെന്ന് വിചാരിച്ച് യൗമ യഉല്ലാലിമു അലാ യദൈ, അക്രമി അവന്റെ കൈ കടിക്കുന്ന സമയം നാളെ വരാനിരിക്കുന്നുണ്ടെന്നു വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഖേദിച്ചു മടങ്ങുക. സത്യം മനസ്സിലായാൽ ഞാൻ ഖേദിച്ചു മടങ്ങുമെന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു. മടങ്ങുന്ന ലക്ഷണമില്ല. കാരണം സത്യം മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി ഇവരിറങ്ങിത്തിരിച്ചത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞത്, നിഴൽ കണ്ട് ബോധ്യപ്പെട്ടതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈലി മുടി കൈപ്പറ്റിയത് എന്ന. നിങ്ങളെ വാദപ്പോൾ എന്തായി? നിങ്ങളുടെ വാദം ഇപ്പോൾ എന്തായി തീർന്നു? നിഴൽ നോക്കുക എന്ന് പറയുന്നത് അത് തനി ജൂതായുസമാണ് എന്നായിരുന്നു നിങ്ങൾ തന്നെ എഴുതിവിട്ടിരുന്നത്. ആ നിലപാടിൽ നിന്നുകൊണ്ട് മാറിയോ? നമുക്ക് ഓരോന്നും ഓരോ ഭാഗങ്ങളും എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കാൻ നിങ്ങൾ തന്നെയാണ് തയ്യാറായി തീരേണ്ടത്. കാരണം ഈ തിരുകേശത്തിന് നിഴലുണ്ടാകില്ല എന്ന് പറയുന്നത് യുക്തിവാദമാണ് എന്നാണ് നിങ്ങൾ നിങ്ങളുടെ സിറാജ് എന്ന് പറയുന്ന പത്രത്തിൽ എഴുതിവിട്ടിട്ടുള്ളത്. തിരുകേശം നബിയുടേതാണെങ്കിൽ അതിന് നിഴലുണ്ടാകില്ല എന്നൊരു യുക്തിവാദം. ആര് പറഞ്ഞു തിരുകേശത്തിന് നിഴലുണ്ടാകില്ലെന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ടായിരുന്നില്ല എന്നതിന് രേഖയുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഖസായിസുൽ കുബ്രയിൽ ഇതേക്കുറിച്ച് ചർച്ച കാണാം. സൂര്യചന്ദ്രപ്രകാശത്തിൽ അവിടുത്തെ തിരുശരീരത്തിന് നിഴലുണ്ടായിരുന്നില്ല എന്ന് തുർമുദിയിൽ നിന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഈ വാദം ഇവരുടെ പണ്ഡിതന്മാർക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് അവർ വ്യക്തമാക്കണം.
കഴിഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത് അവിടുത്തെ മുഇ്ജിസത്താണ്. മുഇ്ജിസത്ത് കറാമത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് ജുസ്ഇയാണ്, അഥവാ സാമാന്യവൽക്കരണത്തിന് വഴങ്ങുന്ന ആശയങ്ങളല്ല. തിരുശരീരത്തിന് നീളുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം മനസ്സിലാക്കിയാൽ മതി. അതിനപ്പുറം വായിക്കാൻ പ്രമാണങ്ങളിൽ നിന്ന് തെളിവ് വേണം, ഇല്ലെങ്കിൽ അത് യുക്തിവാദമാവും. ഇസ്ലാമിൽ യുക്തിവാദമില്ല. ഞാൻ പരിശോധിച്ചപ്പോൾ നിഴൽ കണ്ടില്ല എന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവമാണ്. നെല്ലിക്കുത്ത് ഉസ്താദ് അങ്ങനെയായിരുന്നു പറഞ്ഞത്. നെല്ലിക്കുത്ത് ഉസ്താദ് ഒരു രാത്രി എല്ലാ വിദ്യാർത്ഥികളും ഉറങ്ങിയെന്നുറപ്പ് വരുത്തിയതിന്റെ ശേഷം മർക്കസിലെ അധ്യാപകരെ മുഴുവനും വിളിച്ചു വരുത്തി, എല്ലാ ലൈറ്റും ഓഫാക്കി, ഒരു മെഴുകുതിരി മാത്രം കത്തിച്ചു വെച്ചു. എന്നിട്ട് 6 വർഷം മുമ്പ് ബറകാത്തി സയ്യിദന്മാരുടെ കരങ്ങളിൽ കൂടി തങ്ങളുടെ കയ്യിലേക്ക് എത്തിയത് എന്ന് പറയുന്ന മുടിയെടുത്ത് പരീക്ഷിച്ചു. അതിൽ നീയൽ കണ്ടു. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നേരെ പോയി കാന്തപുരത്തിന്റെ റൂമിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയല്ല എന്ന്. അപ്പെന്താ പറഞ്ഞത്? വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാമല്ലാത്തവർക്ക് തള്ളിക്കളയാം. അപ്പോ മടങ്ങി വന്നതായ പാവം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞതെന്താണെന്നറിയോ? അദ്ദേഹം അതിൽ നിന്നുകൊണ്ട് പിന്മാറുന്ന രംഗമില്ല, അദ്ദേഹം അതിൽ നിന്നുകൊണ്ട് പിന്മാറുന്ന ലക്ഷണമില്ല. നമുക്ക് ജോലിയാണല്ലോ വലുത്, നമുക്ക് അതിനെ സംബന്ധിച്ചുകൊണ്ട് മൗനം പാലിക്കാം, ഇതല്ലേ നെല്ലിക്കുത്ത് പറഞ്ഞത്. എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് മാറിയിട്ട് നെല്ലിക്കുത്ത് നീയൽ കണ്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ കാലശേഷം നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് നിങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളുടെ മേലൊക്കെ പച്ചപ്പൊള്ള് അടിച്ചേൽപ്പിക്കുകയാ. തയ്യാറുണ്ടോ? തയ്യാറുണ്ടോ? ഞങ്ങളുടെ കയ്യിലുള്ളതും ജാലിയാവാല എന്ന് പറയുന്ന നിങ്ങൾക്ക് മുടി നൽകിയ ആളുടെ കയ്യിൽ നിന്നുകൊണ്ട് ലഭ്യമായതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പരിശോധനക്ക് തയ്യാറുണ്ടോ? തിരുകേശത്തിൽ ഈച്ച, ഉറുമ്പ്, പേൻ തുടങ്ങിയ ജീവികൾ കയറുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ ശരീരത്തിന്റെ ഭാഗമായ തിരുകേശത്തിന് നിരവധി സവിശേഷതകൾ ഉണ്ട്. അമ്പിയാക്കളുടെ ശരീരം ഇഹപരലോകങ്ങളിൽ അഗ്നിക്കിരയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം പ്രകാശമായതിനാൽ അതിന്റെ ഒരു ഭാഗത്ത് മാത്രം പ്രകാശം പതിയുന്ന കാരണത്താൽ മറുഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന നിഴൽ എന്ന ഇരുട്ട് ഉണ്ടാവുകയില്ല. എല്ലാ ഭാഗവും പ്രകാശിക്കുന്ന വസ്തുക്കൾക്കും 4 ഭാഗത്തു നിന്നും പ്രകാശം പതിക്കുന്ന വസ്തുക്കൾക്കും നിഴലില്ലാത്ത പ്രകാശമാണിത്. തിരുകേശത്തിൽ ഈച്ച, ഉറുമ്പ്, പേൻ തുടങ്ങിയ ജീവികൾ കയറുകയില്ല. അപ്രകാരം തന്നെ തിരുകേശം അഗ്നിക്കിരയാവുകയോ അതിൽ നിഴൽ തെളിയിക്കുകയോ അതിൽ ഈച്ച, ഉറുമ്പ് മുതലായവ പ്രവേശിക്കുകയോ ചെയ്യുന്നതല്ല. സീറത്തുൽ ഹലബിയ വാള്യം 3 പേജ് 381 വായിക്കുന്നത് തിരുകേശം മഹത്വം വർത്തമാനം എന്ന ഇയാസുന്ന പബ്ലിക്കേഷൻ മർക്കസ് ശരീഅത്ത് കോളേജിലെ വിദ്യാർത്ഥികൾ പ്രസിദ്ധീകരിച്ച സാക്ഷാൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയതായ പുസ്തകത്തിൽ നിന്നാണ്. ഞങ്ങൾ തയ്യാറാണ് ജാലിയാവാലയിൽ നിന്നുകൊണ്ട് കിട്ടിയ മുടിയെടുത്തുകൊണ്ട് അതിൽ നിഴലുണ്ടോ എന്ന് പരിശോധിക്കാൻ, അതിൽ ഈച്ച കയറുമോ എന്ന് പരിശോധിക്കാൻ, അതിൽ ഉറുമ്പരിക്കുമോ എന്ന് പരിശോധിക്കാൻ, അതിൽ പേനരിക്കുമോ എന്ന് പരിശോധിക്കാൻ, അത് അഗ്നി ഗ്രസിക്കുമോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാ. കാന്തപുരവും തന്റെ കയ്യിലുള്ള ശിങ്കടികളും ആ മുടി അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും തയ്യാറാണോ? ഞങ്ങൾക്ക് അതാ ചോദിക്കാനുള്ളൂ. എല്ലാ പരീക്ഷണവും നടത്തുക. അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഇനി നിങ്ങൾ പറയാത്ത പല പരീക്ഷണങ്ങളും ഞങ്ങൾ അത് വ്യാജമാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പായത് കൊണ്ട് ഞങ്ങൾ അതിൽ നടത്തും. അതിനിവിടെ വന്നുകൊണ്ട് നൊലോട്ടിട്ടൊന്നൊരു കാര്യം ഉണ്ടാവില്ല. ഹസ്രജിക്ക് മുടി നൽകിയത് ഞാൻ തന്നെയാണ് എന്ന് ജാലിയാവാല പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ തവണ കാണിച്ചതാണ്. അത് വീണ്ടും കാണിക്കേണ്ട ആവശ്യമില്ല. അതിനെ സംബന്ധിച്ചുകൊണ്ട് വലിയ തൊടാതെ പോവുകയും ചെയ്തു. ഇനി മറ്റൊന്ന് കൂടി കേൾപ്പിച്ചു തരാം. ഞങ്ങൾക്ക് എവിടെ നിന്നാണ് മുടി കിട്ടിയത്, എവിടെ നിന്നാ ഇയാൾക്കത് കിട്ടിയത്? മതി. എവിടെ നിന്നാണ് ഇയാൾക്ക് കിട്ടിയത്? ഇവിടെ നിന്ന് വായിച്ചതായ പരമ്പരയെ പറഞ്ഞത് എന്താ? ഇഖ്ബാൽ വലി ജാലിയാവാല, ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, അങ്ങനെ അഹ്മദുൽ ഖാദിരി, അബ്ദുല്ലാഹിൽ ഖാദിരി, കൊറേ ഖാദിരിയ തരീഖത്തിന്റെ സിൽസില മൂപ്പര് പറയുന്നത് കേട്ടോളി. ജലാലുദ്ദീൻ ഉസ്മാൻ എന്ന് പറയുന്ന തന്റെ പിതാമഹനിൽ നിന്നുകൊണ്ടാണ് തനിക്ക് മുടി കിട്ടിയത് എന്ന് ഇഖ്ബാൽ വലി ജാലിയാവാല എന്ന് പറയുന്ന കാന്തപുരത്തിന്റെ ഷെയ്ഖ്, കാന്തപുരത്തിന്റെ മുർഷിദ് പറയുന്നു. അതൊന്ന് കേൾക്കുക. അപ്പോ ആവശ്യമില്ല മാത്രം ഇട്ടുള്ളൂ. നിങ്ങൾ ഇനി നിഷേധിക്കില്ല അല്ല എന്നപ്പോ ഓരോന്ന് ഇങ്ങനെ ഇട്ടുതരാം. ജലാലുദ്ദീൻ ഉസ്മാൻ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചുകൊണ്ട് ഇത്രേതിന്റെ ആവശ്യമില്ല. നിങ്ങളെ മുഷാവർക്ക് എന്താ പണി?
ഇവിടെ വന്നുകൊണ്ട് ഇന്നലെ ഒരു സാധനം പറഞ്ഞാൽ എന്താ, ഞങ്ങൾ ക്യാമ്പസിലെ കുട്ടികളെ നവീകരിക്കുക. ഏത് ഈ ഒലക്കമ്മല ഈ വെള്ളവും കൊടുത്തുങ്ങാണ്ട് കുട്ടികളെ മുഴുവനും വെള്ളവും കുടിപ്പിച്ച് ഫ്ലക്സ് ബോർഡും വെപ്പിച്ച് പൈസ വിരിപ്പിക്കാൻ നടക്കുക. എന്നിട്ട് ഓല് പറയാണ് SSFന് വേറെ പണിയുണ്ട്, SYSന് വേറെ പണിയുണ്ട്, നിങ്ങളെ മാതിരി ഇതുമായിട്ട് നടക്കലല്ല. അതാ മറുപടി. ആണത്തമുണ്ടെങ്കിൽ SYS പ്രതികരിക്കട്ടെ, SSF പ്രതികരിക്കട്ടെ, മുഷാവറ പ്രതികരിക്കട്ടെ. മുഷാവറ പ്രതികരിക്കാതിരുന്നപ്പോഴാണല്ലോ പാവം സാധു കാന്തപുരം മുസ്ലിയാര് മാത്രം മറുപടി പറയാനിറങ്ങി. നിങ്ങൾ ആരുമില്ല പാട്ടില്ല, ഞാൻ പറഞ്ഞോളാന്നും പറഞ്ഞങ്ങാണ്ട് മൂപ്പര് വന്നങ്ങാണ്ട് കളിയാട്ടുമുക്ക് പ്രസംഗിച്ച പ്രസംഗം ഞാൻ ഫസ്റ്റ് ഇട്ടെന്ന്. ആരുമില്ല. മുഷാവറയിൽ പെട്ടതായ ഒരൊറ്റ ആളും പണ്ട് പേരോടുണ്ടായി, പേരോട് ദുബായി പോയി എന്നാൽ ഇപ്പം മൂപ്പരെയും കാണാനില്ല. ഇപ്പൊ ഇയാള് മാത്രം ഇങ്ങനെ പറയാം. എന്നിട്ട് അവസാനം ചില ഈ കുട്ടികളെ ഇറക്കി വിട്ടിരിക്കുന്നു. പഴയ കടലാസിലുള്ള പുതിയ നുസ്ഖയെന്ന് പുതിയ പേപ്പറിലേക്ക് പകർത്തി കൊടുത്തിട്ടുണ്ട് എന്നാ. എന്താ ആ പേപ്പർ എന്നല്ല നിങ്ങളെ കണ്ടില്ല വിചാരിക്കണം. അതൊക്കെ ഞങ്ങൾ കണ്ടുപിടി റെഡിയാക്കി, ഈ സൗണ്ട് വേണ്ട. ആ പേപ്പർ ഒന്ന് കണ്ടോളി. ആ പഴയ പേപ്പർ മൂപ്പരെ കയ്യിൽ ആ ചുരുട്ടിപ്പിടിച്ച ശീല, അതിലൊരു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പേരുണ്ട്. ഇതിങ്ങനെയൊക്കെ ഇങ്ങനെ പരമ്പരാഗതമായിട്ട് കിട്ടിയതാന്ന് പറയുന്നത്. ഇതിന്റെ അപ്പുറം ഒരു സാധനം അദ്ദേഹത്തിന്റെ അടുക്കലില്ല. പിന്നീട് ഇവർ ചെയ്യാനുള്ളൊരു സാധ്യത നമ്മൾ അനുമാനിച്ചിരുന്നത് ഈ സാധനം കൊണ്ടുപോയിട്ട് മൂപ്പരെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള നീക്കമായിരുന്നു. അത് സത്യത്തിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇരിക്കട്ടെ. അപ്പോ ഇങ്ങനത്തെ പഴയ സാധനം ഞങ്ങൾക്ക് അത് പകർത്തി തന്നിട്ടുണ്ട് എന്ന് പറയല്ലേ. പകർത്തി തന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതങ്ങോട്ട് വായിക്കും നിങ്ങൾ. അന്ന് പഴയതും ഇതുമായി വളരെ വ്യക്തമായ അന്തരമുണ്ട്. അതാന്നേരം വായിക്കാണ്ടെന്ന്. അല്ലാതെ സാധനങ്ങൾ ഞങ്ങൾക്കൊക്കെ മെയിലിൽ കിട്ടിയതാ. ടെലിഫോൺ വിളിച്ചാൽ പറഞ്ഞു കൊടുക്കൂല. സനത് ഇപ്പം മെയിലിൽ കൂടി അയച്ചു കൊടുക്കും. നിങ്ങൾക്ക് വേണേ മെയിൽ ഐ ഡി എന്ന് ഞാൻ ഇങ്ങനെ പാസ് ചെയ്ത് തരുന്നുണ്ട്. ഈ ബറക്കാത്തിയുടെ കയ്യിൽ കൂടി കിട്ടിയതായ ഈ മുടിന്റെ സനത് ഇങ്ങനെ മെയിലിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ഈ സാധനം അതാണെങ്കിൽ അതെന്താ അതങ്ങ് വായിച്ചാൽ പോലെ. എന്നിട്ട് എന്നിട്ട് അത്തരത്തിലുള്ള ഒരു കളി കളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ മാറിപ്പോയത്. എന്നിട്ട് നമുക്കില്ലാത്ത വാദം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക. സംവാദം എന്ന് പറഞ്ഞിട്ട് വലിയ ജോറിൽ കുട്ടികളെ ബോധിപ്പിക്കാൻ വേണ്ടി കടന്നു വരൂ. എന്നിട്ട് എന്തോ ഞമ്മക്കില്ലാത്ത വാദം ഞമ്മക്കുണ്ട്, നിങ്ങൾ സമ്മതിക്കണം. നമ്മളെ വാദം ഓലാണല്ലോ പറയേണ്ടി. എന്താ വാദം? നമ്മളെ വാദം എന്താ? അതൊന്ന് ഇട്ട് കൊടുക്കി. സനത് കാണണമെന്നല്ലേ പറഞ്ഞത്? ഞാൻ അങ്ങോട്ട് വരാം. സനത് കണ്ട് ബോധ്യപ്പെട്ടാലേ സ്വീകരിക്കുന്നല്ലേ. നിങ്ങൾ സനത് കണ്ട് ബോധ്യപ്പെട്ട എഴുത്താലും കുഴപ്പമില്ല, വെല്ലൂരിലായാലും കുഴപ്പമില്ല, സുഡാനിലായാലും കുഴപ്പമില്ല, കാശ്മീരിലായാലും കുഴപ്പമില്ല. എത്ര കുട്ടികൾ സനത് കണ്ട് ബോധ്യപ്പെട്ട ഒരു തിരികേശം ഹാജരാക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. സനത് കണ്ട് ഞമ്മക്ക് ബോധ്യം വന്നാൽ മാത്രമേ എല്ലാ തിരികേശവും സമ്മതിക്കൂ. അങ്ങനെ ആരാ വാദം ഉന്നയിച്ചത്? ഞമ്മക്കില്ലാത്ത വാദം പണ്ട് മുജാഹിദുകളൊക്കെ പറയാറുണ്ടായി. മേപ്പിക്കാർ സ്ഥിരം പരിപാടി തന്നെ ഞമ്മക്കില്ലാത്ത വാദം കൊണ്ടുപോയി അങ്ങോട്ട് അടിച്ചേൽപ്പിച്ചിട്ട് അത് തങ്ങളെ വാദം എന്ന് സമ്മതിപ്പിക്കാറാണ് പതിവ്. അതാപ്പം നടക്കുന്നത്. അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു. നമുക്ക് മനസ്സിലായി ഇവരുടെ വാദഗതി അത് തന്നെയാണ് എന്ന്. ചേളാരിക്കാർ സനത് കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ തിരുശേഷത്തിന് അംഗീകരിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തതൊക്കെ വ്യാജമാണ്, അത് മാത്രമാണ് അസലുള്ളത് എന്ന് ആരാ വാദം ഉന്നയിച്ചത്? അത് എന്നിട്ട് തൃശ്ശൂർ വെച്ചുകൊണ്ട് സംവാദം ഉണ്ടാക്കുവാൻ വേണ്ടി കടന്നു വന്നു. ആ തൃശ്ശൂർ സംവാദ വ്യവസ്ഥകൾ ഉണ്ടാക്കുവാൻ വേണ്ടി കടന്നു വന്ന് അതിൽ നിന്നുകൊണ്ട് അവസാനം ആ വ്യവസ്ഥകൾ ഉണ്ടാക്കുവാൻ വേണ്ടി കടന്നു വന്നിട്ട് അവസാനം അതിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടുവാൻ കാണിച്ചതായ കുതന്ത്രങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാം. ആ എഗ്രിമെന്റിൽ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയോ? SSFകാർ ഷഹറെ മുബാറക്കാണെന്ന് SSF SYS പ്രവർത്തകർ പറയുന്നതും വിവാദമുടിയെന്ന് SKSSF പ്രവർത്തകർ പറയുകയും ചെയ്യുന്ന തർക്കത്തിലുള്ള മുടികളെക്കുറിച്ച് സംവാദം നടത്താൻ വേണ്ടിയുള്ള വ്യവസ്ഥ തയ്യാറാക്കാൻ 10/7/2011 ഞായർ മഗ്‌രിബിന് ശേഷം കാരികുളം ദാറുൽ ഉലൂം മദ്രസയിൽ വെച്ച് ഒരുമിച്ച് കൂടാൻ SKSF മേഖലാ ജനറൽ സെക്രട്ടറി റഫീഖ് സഖാഫിയും SYS മേഖലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ നാസർ സഖാഫിയും ഒരുമിച്ച് 3/7/2011 കാരികുളത്ത് നടന്ന പൊതുയോഗത്തിൽ വെച്ച് പരസ്യമായി അംഗീകരിച്ച് ഒപ്പിടുന്നു. എന്താണ് എഗ്രിമെന്റിൽ ഒപ്പിടുന്നത്? ഷഹറെ മുബാറക് എന്ന് SSF SYS പ്രവർത്തകർ പറയുന്നതും വിവാദമുടിയെന്ന് SKSSF പ്രവർത്തകർ പറയുകയും ചെയ്യുന്ന തർക്കത്തിലുള്ള മുടികളെ കുറിച്ചുകൊണ്ട് സംവാദം നടത്താൻ. അതേതാ മുടി? SKSF പ്രവർത്തകർ പറയുന്ന വിവാദമുടിയും SSFകാർ ഷഹറെ മുബാറക് എന്ന് പറയുന്നതും അത് സാക്ഷാൽ മർക്കസിലുള്ള മുടി മാത്രമാ. ആർക്കായത് മനസ്സിലാവാത്തത്? വെല്ലൂരിലെ മുടിയെ കുറിച്ചുകൊണ്ട് തർക്കമുണ്ടോ? വെല്ലൂരിലെ മുടിയെ കുറിച്ചുകൊണ്ട് അവർ ഷഹറെ മുബാറക് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സാക്ഷാൽ ഹസ്രത്ത് ബാലിലെ മുടിയെ സംബന്ധിച്ചുകൊണ്ട് അവരും ഷഹറെ മുബാറക് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല. അത് സ്വീകാര്യമായ മുടി തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മളും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ശരിയല്ല എന്ന് പറഞ്ഞതും നമ്മൾ വിവാദമാണെന്ന് പറഞ്ഞതും ഇപ്പോൾ വ്യാജമാണെന്ന് പറയുന്നതും അവർ
ഷാറെ മുബാറക് എന്ന് പറയുകയും ചെയ്യുന്നതായ മുടി, അത് മർക്കസിലെ മുടിയ. അതിൽ നിന്നുകൊണ്ട് അവസാനം തർക്കം മാറി മാറി അവസാനം നമ്മുടെ വാദമതാ ബഹുമാനപ്പെട്ട മുസ്തഫ ഷെരീഫ് വായിക്കുന്നു. അതിന്റെ ശേഷം നിങ്ങൾക്ക് നൗഷാദ് നമ്മുടെ വാദം ഓല പറയുന്നു. അതൊന്ന് കേൾക്കി, ഇത് ഇവിടുത്തെ സംവാദമാണ്. നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപക്ഷക്കാരും ഒപ്പിട്ട പ്രകാരമുള്ളത് ഷെയർ മുബാറക് എന്ന് SSF പ്രവർത്തകർ പറയുന്നത് വിവാദ മുടിയെന്ന് SKS പ്രവർത്തകർ പറയുകയും ചെയ്യുന്ന തർക്കത്തിലുള്ള മുടികളെ കുറിച്ച് സംവാദം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ വാദം എഴുതിയിരിക്കുകയാണ്. ലോകത്തുള്ള വിദ്യാർത്ഥി ചർച്ച ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന ഇവിടെ ഇരുപക്ഷക്കാരും ഒപ്പിട്ടത് പ്രകാരമുള്ള അതേ രീതിയിലുള്ള വാദം ഞങ്ങൾ എഴുതിയിരിക്കുന്നു. ഞങ്ങളുടെ വാദം ഞങ്ങൾ വായിക്കാം. ഷെയർ മുബാറക് എന്ന് SSF പ്രവർത്തകർ പറയുന്നത് വിവാദ മുടിയെന്ന് SKS പ്രവർത്തകർ പറയുകയും ചെയ്യുന്ന ബഹുകാന്തപുരത്തിന്റെ മർക്കത്തിൽ സൂക്ഷിച്ച കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് അല്ല. അതാ നമ്മൾ ഉന്നയിച്ച വാദം. എന്നാൽ മറുവിഭാഗത്തിന്റെ വാദം നോക്കി, ലോകത്ത് ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഇത്തരത്തിലുള്ള കബളിപ്പിക്കലുകൾ ജനങ്ങളെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് മർക്കസിൽ നിന്ന് വിട്ട്, കഴിഞ്ഞ തവണ ഞങ്ങൾ കീശേരിയിൽ നിന്ന് പിടികൂടിയപ്പോൾ അവർ വെല്ലൂരിൽ പോയി ചർച്ച ചെയ്താലേ മർക്കസിലെ മുടി ചർച്ച ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ്, ഇപ്പം വെല്ലൂരിൽ നിന്ന് പോയിട്ട് ലോകത്തുള്ള എല്ലാ മുടിയെക്കുറിച്ചും ചർച്ച ചെയ്താൽ മാത്രമേ മർക്കസിൽ ചർച്ച ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. എന്തിനാണെന്നറിയോ? എന്തിനാ? മർക്കസിലുള്ളത് തെളിയിക്കാൻ പറ്റൂല, മർക്കസിലുള്ളത് തെളിയിക്കാൻ കഴിയൂല. ബാക്കിയുള്ള എല്ലാ മുടികളെ സംബന്ധിച്ചുകൊണ്ട് ചർച്ച ചെയ്താലേ എന്ന് പറഞ്ഞ് ലോകത്തുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ മുഴുവനും സാക്ഷാൽ വഹാബികൾ ഉന്നയിക്കുന്ന വാദഗതികളിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടുകയാ. എല്ലാറ്റിനും അസലില്ല, അടിസ്ഥാനമില്ല, സനദില്ല, സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്ന് ബോധിപ്പിക്കുന്ന രീതിയിൽ ചർച്ചകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇവരുടെ കയ്യിലുള്ള യാതൊരു അടിസ്ഥാനവും സ്ഥിരീകരിക്കാൻ കഴിയാത്തതായ മുടി കൊണ്ടുവന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായി ലോകത്തറിയപ്പെട്ട എല്ലാ മുടിയും ഞങ്ങളെ കയ്യിലുള്ള ശരിയല്ലേ, എന്നാ പിന്നെ ലോകത്തുള്ളതൊന്നും ശരിയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുകയാണ്. അതിൽ നിന്റെ ഭാഗമായിക്കൊണ്ട് അവർ വായിക്കുന്ന വാദം അതൊന്ന് കേൾക്കൂ. വാദം ഇവിടെ നിങ്ങൾ രേഖപ്പെടുത്തുന്നു. വിഷയം നേരത്തെ ഇവിടുത്തെ രണ്ട് പ്രതിനിധികൾ എഴുതി തയ്യാറാക്കി. ഷെയർ മുബാറക് എന്ന് SSF പ്രവർത്തകർ പറയുന്നതും വിവാദ മുടിയെന്ന് SKSS പ്രവർത്തകർ പറയുകയും ചെയ്യുന്ന തർക്കത്തിലുള്ള മുടികളെ കുറിച്ച് സംവാദം നടത്താനാണ് ഇവിടെ എത്തിച്ചുകൊടുത്തത്. ഇതാണ് വിഷയം. ഈ വിഷയത്തിൽ ഞങ്ങളുടെ വാദം ഇവിടെ രേഖപ്പെടുത്തുന്നു. സംശുദ്ധമായ കൈമാറ്റ പരമ്പര ഇൻ ബ്രാക്കറ്റ് സനത് കണ്ട് ബോധ്യപ്പെട്ട് ചേരാരി സമസ്തക്കാർ അംഗീകരിച്ച ഒരു തിരുമുടിയും ഇന്ന് ലോകത്തില്ല. അതാണ് ഞങ്ങളുടെ ഈ വിഷയത്തിലുള്ള ആദ്യത്തെ വാദം. സംശുദ്ധമായ കൈമാറ്റ പരമ്പരയിലൂടെയുള്ള ഒരൊറ്റ ഒന്നും ലോകത്തില്ല എന്ന് വരുത്തി തീർക്കുകയാണ്. എന്തിന്? ഇവരുടെ കയ്യിലുള്ള വ്യാജമുടി ശരിയാണെന്ന് വരുത്തി തീർക്കുവാൻ. അതങ്ങനെ വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ശ്രദ്ധകളിലേക്ക് ജനങ്ങളെ കബളിപ്പിക്കുന്നത്. ജനങ്ങളെ അത്തരത്തിലുള്ള ശ്രദ്ധകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് അപകടകരമാണ്. വഹാബിസത്തിനെ സഹായിക്കുവാനുള്ള നീക്കങ്ങളാണ്. ഇരിക്കട്ടെ, ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണ ഒരു അരിഷ്ടത്തിന്റെ കഥ പറഞ്ഞിരുന്നു. ഒരു അരിഷ്ടത്തിന്റെ കഥ. അതിന്റെ മുമ്പ് പകര മുഹമ്മദ് അഹ്സനി എന്ന് പറയുന്ന മനുഷ്യൻ ഉസ്താദ് അറിയാണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞപ്പോ അവിടെ അയാള് ഹദീസ് ഓതിക്കൊണ്ട് അതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി കടന്നു വരികയാണ്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ എന്നുള്ള ആയത്തൊക്കെ ഹദീസൊക്കെ ഓതിയിട്ട് ആരെങ്കിലും ഒരു പുണ്യം ചെയ്താൽ അതിന്റെ കൂലി അങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം എന്ന് വരുത്തി തീർക്കുന്നു. നോക്കൂ, ആ പറഞ്ഞ ഹദീസിന് പകരം പറഞ്ഞ ഈ അർത്ഥമാണോ ഉള്ളതെന്ന് പകരം പറഞ്ഞു തന്നിട്ട് ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്യമായത്തിന്റെ പേരിൽ അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അല്ലാഹു താല ഇവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് ചെയ്യില്ല. ഉളുപ്പില്ലാതെ ന്യായീകരിച്ചുകൊണ്ട് നടക്കണ്ട. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചേക്കുക, തിരുത്തിയേക്കുക. ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുണ്ടല്ലോ, അത് അപകടകരമാകുന്ന അവസ്ഥാവിശേഷത്തിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുക. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, അരിഷ്ടത്തിലേക്ക് വരാം. മൂപ്പര അരിഷ്ടം കുടിച്ച കഥ അതൊന്നിട്ടുടുക്കി.
അരിഷ്ടം കുടിച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ ചില കുട്ടികളൊക്കെ അരയിൽ വെക്കുന്ന കുപ്പിയിൽ വെക്കുന്ന അരിഷ്ടല്ലേ, അതാ പറഞ്ഞു, മറ്റേ അരിഷ്ടല്ല. അങ്ങനെ ചില അരിഷ്ടങ്ങളുണ്ട്. ആ അരിഷ്ടം കുടിച്ചാലുള്ള സൂക്കേട് മൂപ്പര് പറഞ്ഞ് നമ്മൾ ഇവിടെ നിർത്തിനു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി. നിങ്ങളറിയോ 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വെറുതാന്നാ. വെറുതെ പറയുന്നല്ല, 50 എണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ 500 ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു. ഇവര് വിചാരിച്ചത് ഏത് ആസിറ്റ് വെള്ളമാണെന്നാണ് വിചാരിച്ചത്. എന്റെ ഒപ്പം ഒരു 10 ഒന്നായിട്ടാണ് കൂടി. രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്കുണ്ടായിരുന്നു. 10 കൂടി ശരിക്കുനാന്ന് വിളിച്ചു. എനിക്ക് ആദിക്കണ ധാരണ നമ്മളിപ്പോ രാത്രി ഇറങ്ങിയെടുക്കുമ്പോൾ വെറുതെ എന്തായാലും നടക്കൂലല്ലോ. വെറുതെ എന്തായാലും നടക്കൂല. ഞാനപ്പോ അതിന് മുൻകരുതൽ എന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടു വിളിച്ചിട്ട് അരിയെ തിരികെ. ഈ അരിഷ്ട കുപ്പി ഇവരിന്റെ പിന്നാലെ 10 ഒന്നിച്ചു കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ട കുപ്പി കൊണ്ട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിൽ കിടന്നിട്ട് ചിലി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടിവെപ്പുണ്ടായി. അങ്ങനെ പാഞ്ഞ് തടിവെപ്പിയിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലമൊന്നും ഇപ്പൊ പറയില്ല. ടൗണിൽ വന്നപ്പോൾ അവിടെ ഒരു കൂട്ടർ കൊടി കെട്ടുന്നുണ്ട്. ഓരോട് പറഞ്ഞു, അവിടെ കോളേജിന്റെ അടുത്ത് ഇങ്ങളെ കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട്. ഇവര് പോയിട്ട് നിരത്തിയാണ് വലിച്ചു. അപ്പോ ഇതിന് മൂപ്പര് മറുപടി പറയുന്നുണ്ട്, ഞങ്ങൾ ഒരാള് മതി, നിങ്ങൾ 50 ആളുകളെ നേരിടാൻ. മൂപ്പര് അരിഷ്ടത്തിനെ ന്യായീകരിക്കുക. അതും കൂടി വെച്ചൂടി. PK ഉസ്താദിനെ കാണുന്ന തന്നെ അവർക്ക് പേടിയാണ് അത്ര. എന്നിട്ട് ഉസ്താദിന്റെ ധീരത പറയും. എന്താണെന്നറിയോ? രാത്രി ഒറ്റക്ക് ഒരാൾ 50 ആളെ നേരിട്ടു കറാമത്ത് വിളിച്ചു പറയാ അവിടുന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ 50 ആൾക്ക് ഞങ്ങൾ ഒന്ന് മതി. ഈ 50 ആളുകളെ നേരിട്ട് മൂപ്പര പവറാന്ന് അല്ല, ആ അരിഷ്ടത്തിന്റെ പവറാ. ചില അരിഷ്ടം കുടിച്ചാൽ പല ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, പല ആളുകൾ അങ്ങനെ ചെയ്യുന്നതായി കേൾക്കാറുണ്ട്. അപ്പോ നമ്മളൊരു കുട്ടി വിളിച്ചു ചോദിച്ച് ആ അരിഷ്ടം PKM സക്കാഫി കുടിച്ച അരിഷ്ടത്തിന്റെ പേരൊന്ന് പറഞ്ഞു തരുമോന്ന്. അതൊന്ന് ഇട്ടു കൊടുക്കി. ശരിയല്ലേ? അതെ. ഈ 50 ആളെ ഒരു കുപ്പി കഷ്ണം കൊണ്ട് നേരിട്ടിട്ടുണ്ടല്ലോ നമ്മുടെ PKM സക്കാഫി ഇരിങ്ങല്ലൂര്. അതല്ല ഞങ്ങളെ കഴിവുമോനെ. അതെ. അയാൾ നാട്ടിൽ നിന്നിട്ട് ഒരു ഫസാദ് ഉണ്ടാക്കിയല്ലോ. അയാളെ കുടിച്ച അരിഷ്ടത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയോ? ആ കുടിച്ച അരിഷ്ടം ഉണ്ടല്ലോ. അല്ല, അത് നിങ്ങൾ കുടിച്ചില്ലേ? ആ അരിഷ്ടം കുടിച്ച 50 ആൾക്കാർ വിഷയാകുമെന്ന് മാത്രല്ല, ആ അരിഷ്ടം കുടിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഇങ്ങനെ ഫസാദ് ഉണ്ടാക്കാൻ തോന്നൂലേ? ആൾക്കാർ ഫസാദ് ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട്. അരിഷ്ടല്ലേ അരിഷ്ടം? ഹലോ, അതെന്താ അങ്ങനെ ചോദിച്ചതെന്നറിയാം? ഫസാദ് ഉണ്ടാക്കാൻ മൂപ്പര് പിന്നെ പോയി കാണ്ട് അപ്പുറത്തുണ്ടായി കൊടി കെട്ടുന്ന ആൾക്കാർ ഓരോട് പോയി പറഞ്ഞു, ഞാൻ നേരിട്ട് കൊണ്ട് അങ്ങോട്ട് പോയി കാണ്ട് പറഞ്ഞു, നിങ്ങൾ കൊടിയൊക്കെ ഉണ്ട് മെറ്റോൽ അടിച്ചിട്ട് തല്ല് കുടിച്ച്. അത് ശരിയാ, നിങ്ങൾ ഒന്ന് മതി ഈ നാട്ട് ഫിത്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇരിക്കട്ടെ, നമ്മളെ പകരം മൗലവി പറഞ്ഞ് ഞങ്ങൾ ഇടാൻ ബാക്കിയായി പോയ ഒരു സാധനം ഇനി പരിപാടി ഇൻഷാ അല്ലാഹ് മറുപടി പറഞ്ഞാലേ പരിപാടി വെക്കേണ്ടി വരും. ഏതായാലും ഇടാണ്ട് നിർവാഹമല്ല. അതാ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദഹു അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ മർക്കസിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് സ്റ്റക്കായി പോയി. എന്നിട്ട് അപ്പോ മടവൂരിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസ് ഇല്ല, കിട്ടാനില്ല. ഉസ്താദൊക്കെ ബന്ധപ്പെട്ട് മറ്റൊരു വണ്ടി തയ്യാറാക്കി വൃത്തിയാക്കി അതിന്റെ പിന്നിൽ വെച്ച് വണ്ടി കൊണ്ടുപോയി മർക്കസിന്റെ ആ കവാടത്തിന്റെ അടുത്തെത്തുമ്പോൾ തനിയെ വണ്ടി നിന്നുപോയി. മടവൂര് നിന്നു. 5 മിനിറ്റിന് ശേഷമേ വണ്ടി ചാട്ടായുള്ളൂ. ചാട്ടാക്കി വണ്ടിയുമായി മടവൂരിലേക്ക്. ആ മടവൂരി ഇന്നും എന്നും എപ്പോഴും എല്ലാ ടൈമിലും ഉസ്താദിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ആ 5 മിനിറ്റ് വണ്ടിയാടെ നിന്ന് പിന്നെ ചാട്ടായില്ലേ? ആ വണ്ടി അങ്ങനെ നിൽക്കാൻ വേണ്ടി കാരണം എന്താണ്? അതും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അടുത്ത ഒന്ന് വെച്ചുകൊടുക്കി. ആ ജനാസ സുബ്ഹിയുടെ ശേഷമാണ് ആ വീട്ടിൽ കൊണ്ടുപോകുന്നത് മടവൂരിലേക്ക്. മർക്കസിന്റെ മുമ്പിൽ മറവ് ചെയ്യാൻ താല്പര്യമുണ്ട്. AP ഉസ്താദിനുണ്ട്. മടവൂരിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അതിന്റെ മുമ്പിൽ മടവൂര് വന്ന് കിടന്നാൽ അവിടെ കിടക്കേണ്ടവന് സ്ഥാനം ഇല്ലാതെയായി പോകും. അതുകൊണ്ട് മാത്രമാണ് മടവൂർ അവിടെ കിടക്കാതെ പോയത്. അവിടെ ഒരാളെ കിടക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ.
അവിടെ ഞാൻ കിടന്നാൽ കിടക്കേണ്ടവന് സ്ഥാനമില്ലാതെയായി പോകും. അതുകൊണ്ടാണ് മടവൂർ വലി അവിടെ കിടക്കാണ്ട് മടവൂർക്ക് പോയത്. ഒന്നും കൂടി സുബഹിയുടെ ശേഷമാണ് ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് മടവൂരിലേക്ക്. മർക്കസിന്റെ മുമ്പിൽ മറവ് ചെയ്യാൻ താല്പര്യമുണ്ട്. എ പി ഉസ്താദിനുണ്ട്. മടവൂരിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അതിന്റെ മുമ്പിൽ മടവൂര് വന്ന് കിടന്നാൽ അവിടെ കിടക്കേണ്ടവന് സ്ഥാനം ഇല്ലാതെയായി പോകും. അതുകൊണ്ട് മാത്രമാണ് മടവൂർ അവിടെ കിടക്കാതെ പോയത്. അവിടെ ഒരാളെ കിടക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അപ്പോ ലൈസൻസ് ഇല്ലെങ്കിൽ എന്തും പറയാ, എന്താ വിട്ടുവിടാത്ത? എന്നിട്ട് അതൊക്കെ ചൊല്ലി അള്ളാഹു അക്ബർ പറഞ്ഞു നടക്കാൻ കുറെ ആൾക്കാരെ ഉളുപ്പില്ലേ. എന്താ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇപ്പം നിങ്ങൾ പറഞ്ഞു നടക്കുന്നത് ലോകത്താകമാനം പള്ളി ഉണ്ടാക്കുന്ന ഏക മനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ മസ്ജിദുകളുടെയും അതുപോലെ തന്നെ ദീനീ സ്ഥാപനങ്ങളുടെയും സംരക്ഷകനാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതേ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അദ്ദേഹത്തിന്റെ ജന്മനാടായ കാന്തപുരത്ത് നടന്ന സംഭവം. ശംസുലുലമ മഹാനായ വഴികാട്ടി എന്ന ഹെഡിങ്ങിന്റെ ചുവടെ അഹമ്മദ് കുട്ടി ഉണ്ണികുളം എന്ന് പറയുന്ന നാട്ടുകാരൻ എഴുതി വെച്ചു. കാന്തപുരം മഹലിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹം അതാ എഴുതുന്നു, കാന്തപുരം MU മദ്രസ വളരെ പ്രസിദ്ധമായിരുന്നു. നാട്ടുകാർ നൽകിയ സംഭാവനകൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരുന്നത്. മദ്രസയുടെ ഓരോ അണുവിലും നാട്ടുകാരുടെ പ്രയത്നമുണ്ടായിരുന്നു. സമസ്തയിൽ നിന്ന് AP വിഭാഗം വിട്ടുപോയതോടെ കാന്തപുരത്തെ സംയുക്ത മദ്രസ ആ വിഭാഗക്കാർ കുത്തിപ്പൊളിച്ചു. കരുത്തുറ്റ കെട്ടിടം കർസേവ എന്ന നിലക്ക് വിദൂരങ്ങളിൽ നിന്നെത്തിയവരാണ് കുത്തിപ്പൊളിച്ചത്. ബാബരി മസ്ജിദ് പ്രശ്നം കത്തി നിൽക്കുന്ന കാലത്ത് ബാബരിയല്ല പാലപ്പറ്റയാണ് പ്രശ്നമെന്ന് കാന്തപുരം പ്രസംഗിച്ചു നടക്കുന്ന കാലമായിരുന്നു അത്. ഇവരുടെ നേതൃത്വത്തിലാണ് പട്ടാപ്പകൽ ഒരു മദ്രസ ഇടിച്ചു പൊളിക്കുന്നത്. ജനങ്ങൾ കരഞ്ഞുപോയി. കാതിലെയും കഴുത്തിലെയും ആഭരണം നൽകിയ സഹോദരിമാർ, ഉമ്മമാർ എന്നിവരുടെ ഹൃദയങ്ങൾ പൊട്ടിപ്പോയി. സമസ്തയെ അനുകൂലിക്കുന്നവർ മദ്രസയിൽ ഉണ്ടാവുമെന്ന ഭയാശങ്ക ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. സമസ്തയെ ഹൃദയത്തിന് തുല്യം സ്നേഹിക്കുന്ന നിരവധി രക്ഷിതാക്കന്മാർ ഒത്തുചേർന്ന് ഞങ്ങൾ പുതിയ മദ്രസകൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും തറക്കല്ലിടുകയും കണ്ണിയത്തുസ്താദിനെ കൊണ്ടുവരികയും ചെയ്തു. പ്രസ്തുത മദ്രസ ഇന്ന് കാന്തപുരത്തിന്റെ അഭിമാന പ്രശ്നമായി മാറി നിൽക്കുന്നു. ഈ ലേഖകൻ പ്രസിഡന്റും AP അബ്ദുറഹ്മാൻ കുട്ടി ജനറൽ സെക്രട്ടറിയുമായ കമ്മിറ്റി വന്യനായ ശംസുലുലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. സ്വന്തം നാട്ടിലെ മദ്രസ കർസേവകരെ വെല്ലുന്ന വിലക്ക് കുത്തിപ്പൊളിച്ച കാന്തപുരമാണോ മതസ്ഥാപനങ്ങളുടെ നായകൻ, മതസ്ഥാപനങ്ങളുടെ സംരക്ഷകൻ? അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കൂടുതൽ നിങ്ങൾക്ക് പറയിപ്പിക്കുന്നത് അപകടകരമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ വ്യാജം ആരോപിച്ചുകൊണ്ട് എവിടെ നിന്നെന്നോ ഉണ്ടാക്കിയെടുത്ത ജാലിയാവാല എന്ന് പറയുന്ന യാതൊരു തുമ്പുമില്ലാത്ത ലാ തുമ്പ വലാ വാല, ഒരു തുമ്പും ഒരു വാലുമില്ലാത്ത ഒരു മനുഷ്യൻ കൊണ്ടുവന്നതായ മുടിയെ കൊണ്ടുവന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ കെട്ടിച്ചമക്കുന്ന ഈ നിലപാട് നിർത്തിയേക്കുക. ഇല്ലെങ്കിൽ നിർത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.